കളർ ഇഷ്ടപ്പെട്ടായിരുന്നു. ഫോട്ടോ കണ്ട ബ്ലാക്കിനേക്കാളും അല്ലേ? ഇങ്ങനെ ഭയങ്കരമായിട്ട് അല്ലാതെ ഡിസ്പ്ലേ ശരിയാ, അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. കുറവിടാം. ഇതാണ് റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽമി GT60. അപ്പോൾ ഈ ഒരു GT എന്ന് ഉദ്ദേശിക്കുന്നത് മികച്ച പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്നത് തന്നെയാണ്. നമുക്കറിയാം റിയൽമി GT സീരീസിൽ 2 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കുന്നത്. അപ്പോൾ എന്തിനായാലും GT60 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത് ഇതിന്റെ ബ്രൈറ്റ്നസ് തന്നെയാണ്. അതായത് 6000 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ്. ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസ് ഒരു സ്മാർട്ട് ഫോൺ പോലും ഇത്രയും പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഫോൺ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. 4000 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഫോൺ നേരത്തെ നമുക്ക് ഇവിടെ വന്നിരുന്നു. പക്ഷേ ഇത് 6000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസുമായിട്ട് ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിന്റെ ഒരു ഡിസ്പ്ലേ എന്ന് വേണം പറയാൻ. റിയൽമി തന്നെ പറയുന്നത് ഡെസേർട്ടിലെ സൺലൈറ്റിൽ പോലും നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അത്രയും പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എനിക്ക് ഈ ഒരു ഫോണിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇതിന്റെ ഒരു ഡിസ്പ്ലേ സൈഡ് തന്നെയാണ്. നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസലുകളൊക്കെ വളരെ തിന്നാണ്. നമുക്ക് വേണമെങ്കിൽ ബെസൽലെസ് ഡിസ്പ്ലേ എന്ന് തന്നെ വേണമെങ്കിൽ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ വിശേഷിപ്പിക്കേണ്ടി വരും. ചെറിയ ഒരു കർവ് ഉണ്ട്, ഓവർ കർവ് ഒന്നുമല്ല. കർവ് ആണോ എന്ന് ചോദിച്ചാൽ കർവ് ആണെന്ന രീതിയിൽ ഒരു ചെറിയ കർവ് മാത്രമാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ചിഹ്നമൊക്കെ നോക്കിയാൽ അതിമനോഹരമാണ്. തീർത്തും ഒരു ബെസൽലെസ് ഡിസ്പ്ലേ. എന്തായാലും ഇതിന്റെ ഡിസ്പ്ലേക്കാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഏറ്റവും മാർക്ക് കൊടുക്കാൻ പോകുന്നത്. അത്രയും മികച്ച ഒരു ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫോട്ടോസ് ഓൺലൈനിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ര ഒരു ലുക്ക് ഫീൽ ചെയ്തില്ല. ഈ ഒരു ഫോൺ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടു വന്നപ്പോൾ കാണാൻ ഭംഗി കൂടുതലായിട്ട് തോന്നി തുടങ്ങി. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിന്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ പലർക്കും ഇതിന്റെ ഒരു ഡിസൈൻ അത്ര ഒരു ഭംഗി തോന്നില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഒരു GT സീരീസിന്റെ ഒരു ലുക്കൊന്നും അത്തരം ഒരു എക്സ്ട്രാ ലുക്കൊന്നും റിയൽമി ഒരു ഫോണിന് കൊടുത്തിട്ടില്ല. നമുക്ക് പോക്കോയുടെ F5 എന്ന് പറയുന്ന ഫോണിലൊക്കെ കണ്ട തരത്തിലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ അറേഞ്ച്മെന്റ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിനകത്തും കാണാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന് ബാക്കിൽ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് ബോഡി ഈ ഒരു പ്രൈസ് പോയിന്റിൽ റിയൽമിക്ക് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവിടെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഫോം ഫാക്ടർ ഒക്കെ കൊള്ളാം. കുറച്ചൊരു വലിയ സൈസാണ്, വിഡ്ത്തും ഹൈറ്റും ഒക്കെ ഉള്ള ഒരു വലിയ സൈസാണ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. 8.65 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ്. അതുപോലെ ഈ ഒരു ഫോണിന് 191 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അവർക്ക് ഇതിനകത്ത് 5500 mAh ബാറ്ററിയാണ് ഇരിക്കുന്നത്. എന്നിട്ടും കാര്യമായിട്ടുള്ള ഒരു വെയിറ്റ് കൂടുതലൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന്റെ ഒരു ഡിസൈൻ വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം. ഈ ഒരു പ്ലാസ്റ്റിക് എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു നെഗറ്റീവായിട്ട് തോന്നുന്നത്. ബാക്കി ഡിസൈൻ വൈസ് കൊള്ളാം. കാഴ്ചയ്ക്ക് കുഴപ്പമില്ലാത്തൊരു ലുക്കുമാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഡിസൈൻ വൈസ് ഓക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്ന് വേണം പറയാൻ. ഡിസ്പ്ലേയെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതും 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. അതും LTPO റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1 ഹെഡ്സ് മുതൽ 120 ഹെഡ്സ് വരെ വേരി ചെയ്യുന്ന തരത്തിലുള്ള റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഡോൾബി വിഷന്റെ സപ്പോർട്ട് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ സൈഡ് ഞാൻ വീണ്ടും പറയുന്നു, ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ വന്നിരിക്കുന്ന പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പോലും കാണാത്ത തരത്തിലുള്ള 6000 നിറ്റ്സ് ബ്രൈറ്റ്നസ് അത് ഈ ഒരു ഫോണിനെ വേറിട്ട് നിർത്തുന്നു. ഇപ്പോൾ പലരും വീഡിയോയുടെ താഴെ ഒരുപക്ഷെ കമന്റ് എഴുതാം, കണ്ണടിച്ച് പോകും ഇതിന്റെ ഡിസ്പ്ലേ എന്നൊക്കെ പലർക്കും തോന്നാം. പക്ഷേ അവർക്ക് ഈ ഒരു പീക്ക് ബ്രൈറ്റ്നസ് എപ്പോഴും HDR കണ്ടന്റ് ഒക്കെ കാണുമ്പോൾ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഭാഗത്തൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു 6000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. അടുത്തായിട്ട് ഇതിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന 5G പ്രോസസറുമായി ഇറങ്ങുന്ന ഫോൺ എന്ന പ്രത്യേകതയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത്. നമ്മൾ ഇതിന്റെ AnTuTu സ്കോർ ടെസ്റ്റ് ചെയ്തു. റിയൽമി ക്ലെയിം ചെയ്യുന്നത് ഏതാണ്ട് 1.5 മില്യൺ AnTuTu സ്കോർ ഉണ്ടെന്നാണ്. നമ്മളത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം 1.4 മില്യൺ നമുക്ക് കൃത്യമായി കിട്ടുകയും ചെയ്തു. 1.4 മില്യൺ AnTuTu സ്കോർ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസസറിനൊക്കെ അടുത്ത് വരുന്നു അതിന്റെ ഒരു പെർഫോമൻസ് എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു 7+ Gen 3 എന്ന് പറയുന്ന പ്രോസസർ ഇന്ത്യയിൽ ആദ്യമായി വരുന്നത് കൊണ്ട് തന്നെ പറയട്ടെ, ഇതൊരിക്കലും ഒരു ഏറ്റവും ടോപ്പ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ പറയുന്ന AnTuTu സ്കോർ ഇപ്പോൾ നമുക്ക് 21 ലക്ഷം 22 ലക്ഷം വരെ AnTuTu സ്കോർ വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പോലും നമുക്കുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഫോണിൽ 1.4 മില്യൺ അഥവാ 14 ലക്ഷത്തിലധികമുള്ള ഒരു AnTuTu സ്കോർ ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് സൈഡിൽ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് BGMA എന്ന് പറയുന്ന ഗെയിം നമുക്ക് ഇതിനകത്ത് 90 FPS സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഒന്ന് ഓർത്ത് നോക്കൂ, ഇതൊരു GT സീരീസ് ആണ്. ഗെയിമിങ്ങിനും പെർഫോമൻസിനും ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സീരീസ് ഫോണാണ്. എന്നിട്ടും നമുക്ക് BGMA 90 FPS കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വലിയ കുറവായിട്ട് ഞാൻ പറയട്ടെ. 60 FPS ആണ് നമുക്ക് നിലവിൽ ഈ ഒരു BGMA ഗെയിമിങ്ങിൽ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് സാധ്യമാവുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ഗ്രാഫിക്സ് സ്മൂത്ത്, ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് 90 FPS കളിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്ന് കരുതി ലാഗോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഫോൺ സമ്മാനിക്കുന്നത്. ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളൊന്നുമില്ല. വളരെ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ 10-15 മിനിറ്റോളം കളിച്ചപ്പോൾ
ഫീൽ ചെയ്തത്. ലാഗോ കാര്യങ്ങളൊന്നുമില്ല, വളരെ രീതിയിൽ ഹീറ്റ് ആവുന്നൊന്നുമില്ല. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഫോണിന്റെ ഒരു CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി. കാര്യമായിട്ടുള്ള ഒരു ത്രോട്ട്ലിംഗ് ഇഷ്യൂ ഒന്നും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഏകദേശം 84% ആണ് ഇതിന്റെ ഒരു ത്രോട്ട്ലിംഗ് ടെസ്റ്റിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തരക്കേടില്ലാത്ത ത്രോട്ട്ലിംഗ് എന്നേ പറയാൻ പറ്റൂ. അതും ഒരു പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ ഒരു പെർഫോമൻസ് ഈ പറഞ്ഞ ആ ഒരു GT എന്ന പേര് അത്രയും അർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് അത്രയും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ പെർഫോമൻസ് സൈഡ് ഇത് ഈ ഒരു ഫോണിന്റെ അത്രയും ഉയർത്തിക്കാട്ടുന്ന അത്രയും ഒരു വലിയ സംഭവമായിട്ട് ലഭിക്കുന്നില്ല. കാരണം ഈ പറഞ്ഞ BGMI ഒരു 90 FPS കൂടി കൊടുത്തിരുന്നെങ്കിൽ ഇതിന്റെ പെർഫോമൻസ് നമുക്ക് 100-ൽ 100 മാർക്കും കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഈ ഒരു ഫോണിനകത്ത് 12 GB റാമും 512 GB ഇന്റർണൽ സ്റ്റോറേജുമാണ് ലഭിക്കുന്നത്. ഗെയിം കളിക്കുമ്പോൾ ചെറുതായി ഫോൺ ചൂടായാലും അതിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേപ്പർ ചേംബർ കൂളിംഗ് ടെക്നോളജിയൊക്കെ ഈ ഒരു ഫോണിനകത്തും നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂപ്പർ ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നതെന്ന് പറയാൻ സാധിക്കും. കിഡിലൻ ഫോട്ടോകളാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. കിഡിലൻ ഫോട്ടോസും വീഡിയോസും, അത് ബാക്ക് ക്യാമറ ആയാലും അത് ഫ്രണ്ട് ക്യാമറ ആയാലും ഒരുപോലെ മികച്ചു നിൽക്കുന്ന തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. പല ഫോണുകളും ബാക്ക് ക്യാമറ അടിപൊളിയാകുമ്പോൾ പലപ്പോഴും അതിന്റെ സെൽഫി ക്യാമറയിൽ നിന്നുള്ള ഔട്ട് അത്ര ബെറ്റർ ആകാറില്ല. പക്ഷേ ഇവിടെ സെൽഫിയും അതുപോലെ ബാക്ക് ക്യാമറ എല്ലാം ഒന്നിനൊന്നും മികച്ചു നിൽക്കുന്നു. എസ്പെഷ്യലി ബാക്ക് ക്യാമറയുടെ ആ ഒരു HDR കൺട്രോളിംഗ് ഒക്കെ അതിമനോഹരമായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്. അത് ഈ ഒരു ഫോട്ടോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആ ഒരു സണ്ണിൻ്റെ ഭാഗമൊക്കെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. സാധാരണ മറ്റ് ചില ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഫോട്ടോകൾ എടുക്കുമ്പോൾ ആ സണ്ണിൻ്റെ ഭാഗമൊക്കെ വളരെ ബ്ലീച്ചായി പോകാറുണ്ട്. ഇവിടെ അതെല്ലാം ആ ഒരു എക്സ്പോഷർ കൺട്രോളൊക്കെ അതിമനോഹരമായിട്ടാണ് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എസ്പെഷ്യലി ആ സ്കൈ എല്ലാം ഈ ഒരു സെൽഫിയിൽ പോലും വളരെ ക്ലിയർ ആണ്. നിങ്ങൾ വയ്ക്കും എന്താ സ്കൈ ഇങ്ങനെ ഇരുണ്ടിരിക്കുന്നതെന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നും. ഓർക്കുക, വളരെ ശക്തമായിട്ടുള്ളൊരു മഴക്കോള് ബാക്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോയാണ്. ആ സ്കൈ കൃത്യമായിട്ട് അത് കറക്റ്റായി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ഈവൻ സെൽഫി ക്യാമറയിലും. എന്തായാലും ക്യാമറ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. അതുപോലെ വീഡിയോ ക്വാളിറ്റി ആയാലും എല്ലാം അതിമനോഹരമായിട്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത് സമ്മാനിക്കുന്നുണ്ട്. ഇതിന്റെ ക്യാമറയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പറഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതും സോണി LYT 600 എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പല ഫോണുകളിലും കണ്ടിട്ടുള്ള പ്രോസറാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമതൊരു ക്യാമറയായിട്ട് വൈഡ് ആംഗിൾ സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്, 8 മെഗാ പിക്സലിൻ്റെത്. എൻ്റെ ഒരു അഭിപ്രായം കുറച്ചുകൂടി ആ ഒരു വൈഡ് ആംഗിൾ സെൻസറിന്റെ മെഗാ പിക്സൽ ക്വാളിറ്റി കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. 13 മെഗാ പിക്സലെങ്കിലും മിനിമം ആ ഒരു വൈഡ് ആംഗിളിന് കൊടുക്കാമായിരുന്നു തോന്നി. എന്തായാലും 2 ക്യാമറകളെ ബാക്കിലുള്ളൂ. സാധാരണ ചില ഫോണുകൾ പേരിന് വേണ്ടി ഒരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറോ അല്ലെങ്കിൽ ഒരു മാക്രോ സെൻസറോ ഒക്കെ കൊടുക്കും. അതെന്തായാലും ഇതിനകത്ത് ഇല്ല എന്നുള്ളത് നല്ല കാര്യമാണ്. സെൽഫി ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ 32 മെഗാ പിക്സലിന്റെ സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് ഇതിനകത്ത് സെൽഫി ക്യാമറയും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വീഡിയോ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ മാക്സിമം 4K റെസൊല്യൂഷനിൽ 60 FPS ഉള്ള വീഡിയോകൾ നോർമൽ സെൻസറിൽ ഷൂട്ട് ചെയ്യാനാകും. എന്നാൽ സെൽഫിയിലേക്ക് വരുമ്പോഴും ഈ ഒരു ഫോണിനകത്ത് നമുക്ക് 4K 30 FPS ഉള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതൊരു വലിയ കാര്യമാണ്. സാധാരണ ഈ പ്രൈസ് പോയിന്റിലുള്ള പല ഫോണിലും സെൽഫി ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് അധികം അങ്ങനെ കൊടുത്തു വരാറില്ല. ഇവിടെ ബാക്ക് ക്യാമറയ്ക്കും ഫ്രണ്ട് ക്യാമറയ്ക്കും 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബാക്ക് ക്യാമറയിൽ വൈഡ് ആംഗിൾ ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നത് ഓർമ്മിക്കട്ടെ. വൈഡ് ആംഗിളിൽ ഫുൾ HD റെസൊല്യൂഷനുള്ള വീഡിയോകളെ ഷൂട്ട് ചെയ്യാനാവും. വൈഡ് ആംഗിൾ കൂടി 4K കൊടുത്തെങ്കിൽ കൊള്ളാമായിരുന്നു. വീഡിയോകൾ എടുക്കുമ്പോൾ ഷേക്ക് കൂടാതെ മനോഹരമായിട്ടുള്ള വീഡിയോകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബ്ലോട്ട് വേസുകൾ ഈ ഒരു ഫോണിനകത്തുണ്ട്. അത് റിയൽമിയുടെ എന്താ പറയുന്നത് കൂടപ്പിറപ്പാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സ്നാപ്ചാറ്റ് ഉണ്ട്, അതുപോലെ മിന്ത്ര എന്ന ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ലിങ്ക്ഡിൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഫേസ്ബുക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നു. അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ്, എന്തായാലും ഇത്തവണ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇല്ല എന്നുള്ളത് വലിയ കാര്യമാണ്. ഏകദേശം ഈ പറഞ്ഞ പോലെ വിരലിൽ എണ്ണാവുന്ന ബ്ലോട്ട് വേസുകൾ, അതും പ്രീമിയം ആപ്ലിക്കേഷൻ ആണ് എന്നുള്ളതും ഒരു ഹൈലൈറ്റ് ആണ്. അല്ലാതെ വളരെ എന്താ പറയുക നമുക്ക് ആർക്കും ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒന്നും എന്തായാലും ഇതിനകത്ത് കുത്തി നിറച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഇത്തവണ പറയുന്നു. ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ ആൻഡ്രോയിഡിന്റെ നിലവിൽ ഫോണുകൾ ലഭ്യമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് 14 ആണ് വന്നിരിക്കുന്നത്. റിയൽമിയുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI 5 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 3 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കും. അതായത് ആൻഡ്രോയിഡ് 14 to ആൻഡ്രോയിഡ് 17 നമുക്ക് ലഭിക്കും. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും റിയൽമി ഈ ഒരു ഫോണിനകത്ത് നൽകുന്നുണ്ട്. NFC സപ്പോർട്ട് നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5.4ഉം അതുപോലെ Wi-Fi 6ഉം ആണ് നൽകിയിരിക്കുന്നത്. ഫ്ലൂയിഡ് സിൽവർ എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ് നമ്മൾ ഇവിടെ പരിശോധിച്ചത്. കുറച്ച് ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ് ഇതിന്റെ ബാക്ക്, എസ്പെഷ്യലി പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് തന്നെ. അതുപോലെ റേസർ ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളർ വേരിയന്റ് കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിന് ഉണ്ട്. അടുത്തായിട്ട് ഇതിന്റെ ബാറ്ററിയെ കുറിച്ച് പറഞ്ഞാൽ 5500 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് നൽകുന്നത്. സാധാരണ 5000 mAh ആണ് പല ഫോണുകളിലും കാണുന്നത്. 5500 mAh കൊടുത്തിട്ടുണ്ട്, കൊള്ളാം. അതുപോലെ തന്നെ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്.
അടിപൊളി സൗണ്ട് ക്വാളിറ്റി, സ്റ്റീരിയോ സ്പീക്കറുകൾ. അത് നമ്മൾ റിയൽമിയുടെ ചില ഫോണുകളിൽ നിന്ന് കേട്ടിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. ചില ഇതുപോലെ റിയൽമിയുടെ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റ് ഫോണുകൾ സൗണ്ട് ക്വാളിറ്റി അപാരമാണ്. എസ്പെഷ്യലി റിയൽമിയുടെ മുൻ GT സീരീസ് ആയിട്ടുള്ള റിയൽമി GT Neo 3 അടിപൊളി സ്റ്റീരിയോ സ്പീക്കർ, പ്രീമിയം സൗണ്ടാണ്. സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, പല സ്മാർട്ട് ഫോണുകളും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 200-നടുത്ത് സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക്. അത്തരം ഫോണുകൾ ഒന്നും കേൾക്കാത്ത ഒരു മികച്ച സ്റ്റീരിയോ ക്വാളിറ്റി സൗണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ടാണ് ഈ കാര്യം പറയുന്നത്. അതെന്തായാലും ഇവിടെയും അതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസും അതിമനോഹരമാണ്. കാരണം ഈ പറഞ്ഞ ഒരു ഫുൾ ഇമേഴ്സീവ് വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ബെസൽലെസ് ഡിസ്പ്ലേ, അതുപോലെ തന്നെ കർവ്ഡ് ഡിസ്പ്ലേ ആകുമ്പോൾ മൂവിയൊക്കെ വാച്ച് ചെയ്യാൻ പെർഫെക്റ്റ്. അപ്പോൾ വേറൊരു എക്സ്റ്റേണൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ ഒന്നും നമുക്ക് കണക്ട് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കിഡിലമായിട്ട് ഇതിൽ നിന്നും മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. മൾട്ടിമീഡിയ എക്സ്പീരിയൻസും ടോപ്പ് നോച്ച് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്ന് പറയട്ടെ. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് പറഞ്ഞാൽ, എനിക്കിതിനകത്ത് ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ഡിസ്പ്ലേ. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലും മുകളിൽ നിൽക്കുന്ന ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഈ പറഞ്ഞ 6000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും ഒക്കെ ആയിട്ട് വരുന്ന, അതുപോലെ ഡോൾബി വിഷൻ സപ്പോർട്ടൊക്കെ ഉള്ള കിഡിലൻ ഡിസ്പ്ലേ തന്നെ ഈ ഒരു ഫോൺ അത് കൊടുത്തിരിക്കുന്നു. അതാണ് ഏറ്റവും ടോപ്പ് നോച്ച്. എനിക്ക് പിന്നീട് രണ്ടാമതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ക്യാമറയാണ്. ഈ ഒരു ഫോൺ വാങ്ങുന്നവർക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. മൂന്നാമത് എനിക്കിതിൻ്റെ ബാറ്ററി സൈഡ് കൊള്ളാം. 5500 mAh 120W ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ട്. പിന്നീട് മാത്രമേ എനിക്കിതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വരാൻ പറ്റൂ. കാരണം ഈ പറഞ്ഞ പോലെ BGMIക്ക് ഒരു 90 FPS കൊടുക്കാമായിരുന്നു. GT സീരീസ് എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് BGMI 90 FPS കളിക്കാൻ പറ്റില്ലെങ്കിൽ അതൊരു കുറവ് തന്നെയാണെന്ന് പറഞ്ഞോളട്ടെ. പിന്നീട് എനിക്ക് പറയാനുള്ള ഒരു ചെറിയ കുറവെന്ന് പറയുന്നത്, ഈ ഫോണിൻ്റെ പ്രൈസ് പോയിന്റിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഗ്ലാസ് ബോഡി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് സിമ്പിളായിട്ട് റിയൽമി GT60 എന്ന ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ പ്രൈസിങ് ഞാൻ ഊഹിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു 30,000 രൂപയിൽ താഴെയാണ്. റിയൽമിയാണ്. ഒരു പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് വില വീണ്ടും കുറയ്ക്കാം, വില വീണ്ടും കൂട്ടാം. എന്തായാലും ഞാനൊരു 29,999 ആയിരിക്കും ഞാൻ ഇതിൻ്റെ ഒരു പ്രൈസ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.